ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഒരു ബൗളിലേക്ക് ഞാൻ 2 ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിലൊക്കെ നിങ്ങൾക്ക് അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. കൂടുതലായിട്ട് ക്യാരറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് കൂടുതലായിട്ട് എടുക്കുക. ഇതിലേക്കൊരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കായം കൂടെ ചേർക്കുന്നുണ്ട്. കായം നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണല്ലോ, അപ്പോൾ കായൊക്കെ ഉണ്ടെങ്കിൽ വയറിന് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു നല്ലൊരു ഇത് കിട്ടുള്ളൂ. നമ്മൾ സ്പൂണൊന്നും വെച്ച് മിക്സ് ചെയ്താൽ ഇത്രയും ഒരു ഇത് കിട്ടൂല. എല്ലാ വെജിറ്റബിൾസും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടൂല. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാവ് ചേർക്കുകയാണ്. നമ്മൾ കടലപ്പൊടിയും മൈദയും ഒരേ അളവിലാണ് ചേർക്കുന്നത് കേട്ടോ. ഞാനിത് അളന്നിട്ടല്ല ചേർക്കുന്നത്. കടലപ്പൊടിയും മൈദയും ഒരേ അളവിൽ തന്നെ കുറേശ്ശെ ഇട്ടെടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാകത്തിനാവുന്ന സമയത്ത് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്നത് നിർത്തുക കേട്ടോ. അതുവരെ നമ്മൾ കുറേശ്ശായിട്ട് മാവ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഈ വെജിറ്റബിൾസ് നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ആ പാകത്തിന് വേണം നമ്മൾ മാവ് ചേർത്ത് കൊടുക്കാനായിട്ട്. എക്സ്ട്രാ ഇതിലേക്ക് ഒരു വെള്ളവും നമ്മൾ ചേർക്കരുത് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കുക. നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ ഒരു പാകത്തിനാവുന്ന സമയത്ത് നമുക്ക് മാവിട്ട് കൊടുക്കുന്നത് നിർത്തുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയിൽ മാത്രം ചെയ്യാം, ഇല്ലെങ്കിൽ കടലപ്പൊടി മാത്രം ചേർത്തിട്ടും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരേ അളവിൽ തന്നെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തുക കേട്ടോ. സാധാരണ നമ്മളൊരു ഉള്ളിവട ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു പാകത്തിന് മതി നമുക്ക്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതിന് ശേഷം ഫ്രൈ ചെയ്യണമെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഓയിലിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് പരത്തിയിട്ടാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോളുകളാക്കിയിട്ട് വേണമെങ്കിൽ ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ നല്ല ചൂട് ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഉള്ളിവട എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അതുപോലെ ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ അതുപോലെ ഒരു സ്നാക്കാക്കിയിട്ടൊക്കെ കൊടുക്കാം നമുക്ക്. ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ചിലർക്ക് കടലപ്പൊടി അധികം ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഒരു മൈദയിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കടലപ്പൊടിയും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അല്ലേ. നമുക്കൊന്നും ഉണ്ടാക്കാനില്ല എന്ന് അറിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉള്ളിവടയൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ. ഇതിപ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആവും വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കുന്നവരുണ്ടാകും, അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ മയോണൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല നല്ല ടേസ്റ്റി റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.